നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഹോർമൂസിൽ മിസൈലേറ്റ കപ്പലിൽ 29 ഇന്ത്യൻ നാവികർ. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. 29 ഇന്ത്യൻ നാവികരുൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. യുഎസിന്റെ നാവിക ഉപരോധം മറികടന്ന് ഇറാനിയൻ തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങിയ കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈലേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ നാവികരെ സംഭാവന ചെയ്യുന്നതിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഒരാഴ്ച മുമ്പുണ്ടായ കപ്പലാക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന 18,000 ഇന്ത്യൻ നാവികരിൽ 15,000 പേർ ഹോർമൂസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഹൂതികൾക്കെതിരെ കടുത്ത നടപടിയുമായി സൗദി അറേബ്യ. ചെങ്കടലിൽ സൗദി കടലിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഹൂതികൾക്കെതിരെ കടുത്ത തിരിച്ചടിയുമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സേന. യമനിൽ അൽ ഹുദിയ ലക്ഷ്യമാക്കിയാണ് സംയുക്ത സേന ശക്തമായ ആക്രമണം നടത്തിയത്. നേരത്തെ ആക്രമണത്തിൽ നേരിയ തകരാറുകൾ സംഭവിച്ച സൗദി കപ്പൽ യാത്ര തുടർന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ വിഷയം പരിഹരിക്കാനും ധാരണയിലെത്താനും ഇറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഒമാൻ കടലിൽ ഇറാന്റെ കപ്പലിനാണെന്ന് തെറ്റിദ്ധരിച്ച് അമേരിക്ക LPG ടാങ്കിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ഈ ആക്രമണത്തിൽ 2 ജീവനക്കാർ കൊല്ലപ്പെട്ടു. കൂടാതെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രയിൽ വിശദീകരണവുമായി KSRTC. ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റു ചില മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്ന് KSRTC. ക്യാൻസർ രോഗികൾക്കായി KSRTC പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുള്ള യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടപടികൾ മൂലം പുതുക്കി നൽകേണ്ട കാർഡ് വിതരണത്തിൽ ചെറിയ കാലതാമസം ഉണ്ടായിരുന്നു. പ്രസ്തുത സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് കാർഡ് വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളും സമൂഹമാധ്യമ ഉപയോക്താക്കളും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും KSRTCയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് വിശ്വസിക്കേണ്ടതെന്നും അഭ്യർത്ഥിക്കുന്നതായി KSRTC അറിയിച്ചു. NDAയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ NDAയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളും ക്രിമിനൽ നടപടികളും സ്വീകരിക്കും. NDA ഉടച്ചു വാർക്കാനുള്ള കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിലെന്നും റിപ്പോർട്ട്. രാത്രി 8 മണിക്കായിരുന്നു നടപടി വിവരം പുറത്തുവിട്ടത്. അതേസമയം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ച് ഡൽഹി ട്രാഫിക് പോലീസ് രംഗത്തെത്തി. ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും ഫുഡ് ഡെലിവറി സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളോട് ഈ മേഖലകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശം നൽകി. മേഖലയിലുള്ള സർവീസുകൾ ഒഴിവാക്കാൻ ആപ്പുകൾക്കും നിർദ്ദേശം നൽകി. പിഴ അടച്ചില്ലെങ്കിൽ വാഹന ലൈസൻസ് സേവനങ്ങൾ തടയും. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾ സമയബന്ധിതമായി അടക്കാത്ത വാഹന ഉടമകൾക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ വിവിധ സേവനങ്ങൾ ലഭിക്കാതെ വരും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 1989 ഭേദഗതി ചെയ്ത റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് ഈ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങളെ പരിവാഹൻ പോർട്ടലിൽ നോട്ട് ടു ബി ട്രാൻസാക്റ്റഡ് എന്ന നിലയിൽ രേഖപ്പെടുത്തും. ഇതോടെ വാഹനത്തിന്റെ മലിനീകരണ പരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, വാഹന ഉടമകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ പരിഗണിക്കില്ല. കുടിശ്ശികയുള്ള മുഴുവൻ പിഴയും അടച്ചതിനു ശേഷമേ ഈ സേവനങ്ങൾ വീണ്ടും ലഭ്യമാകൂ. പിഴ കുടിശ്ശികയുള്ള വിവരം വാഹന ഉടമകളെ ഇമെയിൽ അല്ലെങ്കിൽ SMS മുഖേന അറിയിക്കുമെന്നും കരട് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് ശേഷം 6 മാസത്തിനകം ട്രാഫിക് പിഴകൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള പ്രത്യേക സംവിധാനം എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്.
സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിൽ. പാചകവാതക വില ഇരട്ടിയോളമായതിനൊപ്പം മുട്ട, പാൽ എന്നിവയുടെ വിലയും കൂടിയതോടെ സ്കൂളുകളിലെ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിൽ. നിലവിലെ സർക്കാർ വിഹിതം കൊണ്ട് പിടിച്ചു നിൽക്കാനാവാതെ പാടുപെടുകയാണ് സ്കൂളുകൾ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുതിച്ചതോടെ തുച്ഛമായ സർക്കാർ വിഹിതം കൊണ്ട് ഉച്ചഭക്ഷണം ഒരുക്കുന്ന സ്കൂളുകളാണ് ഏറ്റവും വലയുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ 1800 രൂപയിൽ താഴെയായിരുന്ന LPG സിലിണ്ടറുകൾ നിലവിൽ 3200 രൂപ വരെ കൊടുത്താണ് വാങ്ങുന്നതെന്ന് സ്കൂളുകൾ പറയുന്നു. കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വടക്കേക്കാട് സ്റ്റേഷനിലെ CPOമാരായ ബൈജു, സനീഷ്, പ്രവീൺ, അഖിൽ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി ഓടി രക്ഷപ്പെട്ടത്. പന്നിയൂർക്കുളം ചെമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് ഷിഫാൻ ആണ് കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത്. ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ചൊവ്വാഴ്ച പകൽ 3 മണിയോടെ വടക്കേക്കാട് ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചിരുന്നു. ഇരു കൈകളിലും ബന്ധിപ്പിച്ചിരുന്ന വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റിയ സമയത്തായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. 4 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനായില്ല. ഗുരുവായൂർ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 0487254239 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു. കോറോ ഹെൽത്തിലെ ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകി. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നാലെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകി കമ്പനി. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് പിരിച്ചുവിടൽ ആനുകൂല്യമായി തുക നൽകിയത്. നേരത്തെ 2 മാസത്തെ ശമ്പളം നൽകിയിരുന്നു. മന്ത്രി ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ശമ്പളം നൽകാൻ തീരുമാനമായിരുന്നു. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ആദ്യം കൊടുത്ത 2 മാസത്തെ ശമ്പളത്തിന് പുറമെയാണ് 5 മാസത്തേത് കൂടി കൊടുത്തത്. മറ്റ് ജോലികൾ ലഭിക്കുന്നതിനായി വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ലിവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങി മറ്റ് രേഖകളും കമ്പനി നൽകുമെന്നും ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഊരാളുങ്കലിന് കർശന നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി. 5 മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത റീജിയണൽ ക്യാൻസർ സെന്ററിലെ പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കി തുറന്നു നൽകണമെന്ന് മന്ത്രി K മുരളീധരൻ നിർദ്ദേശം നൽകി. പണി തീരുന്നതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെന്ന് പരാതികൾ ഉയർന്നിരുന്നു. ഇന്നലെ മന്ത്രി K മുരളീധരൻ നേരിട്ടെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കരാർ പ്രകാരമുള്ള എല്ലാ ജോലികളും സെപ്റ്റംബർ 30-നകം പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. AI ക്യാമറകൾ വീണ്ടും മിഴി തുറന്നു. ബിൽ കുടിശ്ശിക കാരണം ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രവർത്തനരഹിതമായ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ വീണ്ടും സജ്ജമായി. ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ പിഴ ചുമത്തി തുടങ്ങി. നേരത്തെ ക്യാമറയിൽ പതിഞ്ഞിരുന്ന നിയമലംഘനങ്ങളും ഉടൻ അപ്ലോഡ് ചെയ്യപ്പെടും. മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി ക്യാമറകൾ സ്ഥാപിച്ച കെൽട്രോണിനുള്ള പ്രതിഫലമായ 55 കോടി രൂപ കുടിശ്ശികയാണ്. ഇവയ്ക്ക് ഇന്റർനെറ്റ് നൽകിയിരുന്ന സ്വകാര്യ കമ്പനിക്ക് കെൽട്രോൺ 5 ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം കെൽട്രോൺ ഈ തുക അടച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ജൂലൈ 1 ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. റോഡ് സുരക്ഷാ അതോറിറ്റിയാണ് കെൽട്രോണിന് തുക കൈമാറേണ്ടത്. ഇത് സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് തൽക്കാലം പ്രശ്നം പരിഹരിച്ചത്.